നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും 10 മടങ്ങ് ഫാസ്റ്റായിട്ട് പഠിക്കാം. അതിപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കുന്നതായിക്കോട്ടെ, കോഡിംഗ് ആവാം, ഒരു ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നതാവാം, അങ്ങനെ എന്തും ആവാം. നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. കേൾക്കുമ്പോൾ ഇമ്പോസിബിൾ ആണെന്ന് തോന്നാം, ബട്ട് ഇത് ശരിക്കും പോസിബിൾ ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് മെറ്റാ ലേണിംഗ്. സോ എന്താണ് മെറ്റാ ലേണിംഗ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. വാട്ട് ഈസ് മെറ്റാ ലേണിംഗ്? ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ് ഈ മെറ്റാ ലേണിംഗ്. ഇതെന്ന് പറയുന്നത് എങ്ങനെ പഠിക്കാം എന്ന് പഠിക്കുന്നതാണ്. വെറുതെ കുറേ കാണാപാഠം പഠിക്കുക, ഓൾഡ് സ്റ്റഡി മെത്തേഡ്സ് മാത്രം യൂസ് ചെയ്യുക, ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ ബ്രെയിൻ ശരിക്കും എങ്ങനെയാണ് വർക്ക് ആവുന്നത് ആൻഡ് അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഫാസ്റ്റായിട്ട് പഠിച്ചെടുക്കാം എന്നാണ് മെറ്റാ ലേണിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയാം. മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റായ ജോൺ ബോയ്ഡി കൊണ്ടുവന്നൊരു മെത്തേഡാണ് OODA ലൂപ്പ്: ഒബ്സർവ്, ഓറിയന്റ്, ഡിസൈഡ് ആൻഡ് ആക്ട്. മെറ്റാ ലേണിംഗ് ആക്ച്വലി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മിക്ക ആളുകളും പഠിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം അവരെല്ലാം കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. പകരം എങ്ങനെ, എന്ത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ സമയവും എഫേർട്ടും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് മെറ്റാ ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ മെറ്റാ ലേണിംഗ് എന്നുള്ളത്. ഇനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നോക്കാം. അതിന് ഒരു 4 സ്റ്റെപ്പ് ഫ്രെയിം വർക്ക് ഉണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1: ഡീകൺസ്ട്രക്ട് ദ സ്കിൽ. അതായത് നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കില്ല് ഡീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്ന് വെച്ചാൽ ആ സ്കില്ല് ഒറ്റയടിക്ക് ഒന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആദ്യം അതിനെ ചെറിയ മാനേജബിൾ ആയിട്ടുള്ള പാർട്സ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന കോർ കമ്പോണൻസ് മാസ്റ്റർ ചെയ്യുക. സോ ഇങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. നമ്പർ 1: ഐഡന്റിഫൈ ദ സബ് സ്കിൽ. ആദ്യം ആ സ്കില്ലിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക. ഇപ്പോൾ ഗിറ്റാർ ആണെങ്കിൽ അതിൻ്റെ ബേസിക് കോഡ്സ്, ഫിംഗർ സ്ട്രെങ്ത്, മ്യൂസിക്കൽ നോട്ട്സ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ചെവിയെ ട്രെയിൻ ചെയ്യുക. ടൈമിംഗ് ആൻഡ് റിതം, ഇങ്ങനെ സബ് സ്കിൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നമ്പർ 2: ഫൈൻഡ് ദ കോർ 20%. ദെൻ പരേറ്റോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം, അഥവാ 80-20 റൂൾ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 80% റിസൾട്ട് കൊണ്ടുവരുന്ന 20% ടാസ്കുകളെ മനസ്സിലാക്കാം, എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക. നമ്പർ 3: സീക്വൻസ് യുവർ ലേണിംഗ്. അതിനുശേഷം ഈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് സ്കിൽസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ, അത് ഏത് ഓർഡറിൽ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ലോജിക്കലി ഒരു സീക്വൻസ് ഉണ്ടാക്കാം. ഓക്കെ. സ്റ്റെപ്പ് 2: ലേൺ ഫ്രം ദ ബെസ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആയവരിൽ നിന്ന് പഠിക്കുക എന്നതാണ്. കണ്ടുപിടിച്ചത് തന്നെ പിന്നെ കണ്ടുപിടിക്കുകയല്ലല്ലോ വേണ്ടത്, മറിച്ച് അത് യൂസ് ചെയ്യുകയല്ലേ വേണ്ടത്. സോ എക്സ്പേർട്സിന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷോർട്ട് കട്ട്സ് മനസ്സിലാവും, മിസ്റ്റേക്സ് ഒക്കെ കുറേ അവോയ്ഡ് ചെയ്യാനും സാധിക്കും. സോ അതെങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. നമ്പർ 1: റിവേഴ്സ് എഞ്ചിനീയർ ടോപ്പ് പെർഫോമേഴ്സ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കില്ലിൽ ഓൾറെഡി ബെസ്റ്റായിട്ട് നിൽക്കുന്നവരെ നോക്കുക, എന്നിട്ട് അവരുടെ മെത്തേഡ്സ് പഠിക്കാം. അവരെ സക്സസ്ഫുൾ ആക്കിയ ഹാബിറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ബിക്കോസ് എക്സ്പേർട്സ് ആയവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാവും. സോ ആ സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നമ്പർ 2: സ്റ്റഡി മെൻ്റൽ മോഡൽസ് ആൻഡ് ഷോർട്ട് കട്ട്സ്. ടോപ്പ് പെർഫോമേഴ്സ് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് മെൻ്റൽ മോഡൽസ് യൂസ് ചെയ്യും. മെൻ്റൽ മോഡൽസ് എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സ് ആണ്, അല്ലെങ്കിൽ തിങ്കിങ് പാറ്റേൺസ് ആണ്. ഇപ്പോൾ ചെസ് കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ, അവർക്ക് നല്ല ഓപ്പണിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടും. എല്ലാ ഫീൽഡിലും ഇതുപോലെ മെൻ്റൽ മോഡൽസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ എന്ന ടെക്നിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള മെൻ്റൽ മോഡൽസ് മനസ്സിലാക്കുക. നമ്പർ 3: ലേൺ ഫ്രം മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ്. എക്സ്പേർട്സ് ഒക്കെ അവരുടെ സക്സസിൽ നിന്നും മാത്രമല്ല, മറിച്ച് തോൽവിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയത് ആൻഡ് അടുത്ത പ്രാവശ്യം എനിക്കത് എങ്ങനെ തിരുത്താം എന്ന്. സോ ബെസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കും. നല്ല സ്ട്രാറ്റജീസ്, ടെക്നിക്സ് ആൻഡ് മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെപ്പ് നമ്പർ 3: ഒപ്റ്റിമൈസ് റിട്ടൻഷൻ ആൻഡ് റീകോൾ. സോ ഇപ്പോൾ നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്തു ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളതിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. ഇനി പഠിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഓർത്തിരിക്കാൻ എന്ത് ചെയ്യാം എന്ന് നോക്കാം. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെന്ത് കാര്യം അല്ലേ? സോ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. നമ്പർ 1: ആക്റ്റീവ് റീകോൾ. ഇത് മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ജസ്റ്റ് പാസീവായിട്ട് വായിച്ചു വിടുന്നതിന് പകരം ഒന്ന് വായിക്കുക, ദെൻ അത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പഠിച്ച കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രെയിനെ ഫോഴ്സ് ചെയ്യും. അത് നിങ്ങളുടെ മെമ്മറി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും.
നമ്പർ 2 സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. നെക്സ്റ്റ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ പഠിച്ചത് നിങ്ങൾ മറന്നു പോവില്ല, എല്ലാം ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ സേവ് ആവും. നമ്പർ 3 ഫെയിൻമാൻ ടെക്നിക്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി എന്നർത്ഥം. എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദെൻ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. സ്റ്റെപ്പ് നമ്പർ 4 അപ്ലൈ ആൻഡ് ഐട്രേറ്റ് ക്വിക്ക്ലി. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിക്കും അപ്ലൈ ചെയ്യുന്നത്. അറിവ് പവർഫുൾ ആവുന്നത് അത് നമ്മൾ ശരിക്കുള്ള ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്, അല്ലേ? പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്പർ 1 ഡെലിബറേറ്റ് പ്രാക്ടീസ്. ഡെലിബറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇംപ്രൂവ് ചെയ്യണം എന്ന ഇൻറ്റൻഷനോടെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. വീക്കായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കോഡിംഗ് പഠിക്കുകയാണെങ്കിൽ ദെൻ നിങ്ങളെ വളരെയധികം ചലഞ്ച് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അല്ലാതെ ചുമ്മാ കുറേ ട്യൂട്ടോറിയൽസ് വാച്ച് ചെയ്യുക മാത്രമല്ല, പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. നമ്പർ 2 ഫെയിൽ ഫാസ്റ്റ് ആൻഡ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. ഫെയിൽ ആവും, അതോർത്ത് പേടിക്കരുത്. അത് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫെയിൽ ആവുന്നോ അത്രയും പെട്ടെന്ന് പഠിക്കും. ഫെയിൽ ഫാസ്റ്റ് അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വർക്ക് ആവും, എന്ത് വർക്ക് ആവില്ല എന്നത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് ശരിക്കും നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് റിയൽ വേൾഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അപ്പോഴൊക്കെ നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. നമ്പർ 3 ഗെറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഐട്രേറ്റ്. ഫീഡ്ബാക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നത് വരെ കാത്തിരിക്കരുത്. നിങ്ങളുടെ വർക്ക് മറ്റുള്ളവരെ അറിയിക്കും തോറും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ലഭിക്കും. അത് നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ കോഡിംഗ് പഠിക്കുകയാണെങ്കിൽ കോഡ് ഒറ്റയ്ക്ക് റൈറ്റ് ചെയ്യുന്നത് മാത്രം പോരാ, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പേഴ്സിൻ്റെ ഫീഡ്ബാക്ക് സീക്ക് ചെയ്യുക. അവരുടെ സജഷൻസ് അനുസരിച്ച് റിഫൈൻ ചെയ്യാം. നിങ്ങളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാകുമെങ്കിലും അത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക. ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ലേണിംഗ് മെത്തേഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. നിങ്ങൾ ഏറ്റവും മികച്ച സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാലും നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് സ്ലോ ആക്കുന്ന ചില കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പുതിയ സ്കിൽസ് മാസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ചില കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് പാസീവ് ലേണിംഗ് ആണ്. പാസീവ് ലേണിംഗ് ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റി കില്ലേഴ്സിൽ ഒന്നാണ്. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ മെറ്റീരിയൽ ഉപയോഗിച്ച് ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യാതെ പകരം വെറുതെ ഇങ്ങനെ വീഡിയോസ് കാണുക, ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക, അപ്പോഴൊക്കെയാണ്. കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നത് പ്രധാനമാണ്, പക്ഷേ നിങ്ങൾ പഠിച്ചത് അപ്ലൈ ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ബ്രെയിനിന് അത് ട്രൂലി ശരിക്കും അങ്ങോട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുക, പക്ഷേ അതിൽ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പകരം പ്രോബ്ലംസ് ട്രൈ ചെയ്യുക, കീ കൺസെപ്റ്റ്സ് റീകോൾ ചെയ്യുക. ആക്റ്റീവ് ലേണിംഗ് ലീഡ്സ് ടു ബെറ്റർ റിട്ടൻഷൻ. രണ്ടാമത്തേത് പെർഫെക്ഷനിസം ആണ്. പലരും എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന് വിചാരിച്ച് ആക്ഷൻ എടുക്കാൻ മടി കാണിക്കുന്നു. പക്ഷേ പെർഫെക്ഷനിസം പ്രോഗ്രസ് ഡിലേ ചെയ്യും. കാരണം നിങ്ങൾ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് വരാനായിട്ട് കാത്തിരിക്കും. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുന്നത്. മൂന്നാമത്തേത് ഓവർലോഡിങ് ഇൻഫർമേഷൻ. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് കോഗ്നിറ്റീവ് ഓവർലോഡിലേക്ക് നയിക്കും. ഇത് നിങ്ങളുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇത് ഷാലോ ലേണിങ്ങും കൺഫ്യൂഷനും ഉണ്ടാക്കും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോവുക. ഈ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ ലേണിംഗ് എഫിഷ്യൻസി സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ആവും. ഇനി ഇന്നത്തെ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് സമ്മറൈസ് ചെയ്യാം. മെറ്റാ ലേണിംഗ് എന്നാൽ എങ്ങനെ പഠിക്കണം എന്ന് പഠിക്കുക എന്നതാണ്. നിങ്ങളുടെ ബ്രെയിൻ ഇൻഫർമേഷൻ അബ്സോർബ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഗോൾ. ദെൻ നമ്മൾ 4 സ്റ്റെപ്പ് ഫ്രെയിം വർക്ക് നോക്കി. ഡീകൺസ്ട്രക്ട്, ലേൺ ഫ്രം ദ ബെസ്റ്റ്, ഒപ്റ്റിമൈസ് റിട്ടൻഷൻ ആൻഡ് റീകോൾ, അപ്ലൈ ആൻഡ് ഐട്രേറ്റ് ക്വിക്ക്ലി. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് സ്കില്ലായാലും ട്രഡീഷണൽ മെത്തേഡ്സിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ മാസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ടേൺ ആണ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കില്ല് തിരഞ്ഞെടുക്കുക. അതൊരു ന്യൂ ലാംഗ്വേജ് ആവാം, കോഡിംഗ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തും ആവാം. മെറ്റാ ലേണിംഗ് മെത്തേഡ് അതിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എത്ര വേഗത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കാം എന്ന് നോക്കുക. പെർഫെക്റ്റ് ടൈം വരാനായിട്ട് കാത്തിരിക്കരുത്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കമൻസിൽ ഏത് സ്കില്ലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.